ആദ്യ നോട്ടത്തിൽ നോക്കുമ്പോൾ വളരെ ക്യൂട്ടായ വളരെ സ്വീറ്റായ ആൾക്കാരാണ്. പക്ഷേ ഈ രോമപന്തുകൾ കാലും മടക്കി ചീറ്റനെ പോലെ പാഞ്ഞെടുക്കുന്നത് വേട്ടയാടാൻ വേണ്ടിയിട്ടാണ്. ഗൈസ്, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വീട്ടുകളിലൊക്കെ വളർത്തി വരുന്ന പൂച്ചകളെ കുറിച്ചാണ്. നമ്മളുടെ സ്വന്തം പൂച്ച സാറിന്റെ ഓരോ ചലനവും ഓരോ വേട്ടക്കാരന്റെ ചലനം പോലെയാണ്. കാട് ഭരിച്ചിരുന്ന പൂർവികരുടെ ഓരോ ചലനവും കിട്ടിയ ഇവര് വേഷം മാറിയ ചീറ്റകൾ എന്നാണ് പറയപ്പെടുന്നത്. വീട്ടുപൂച്ചകൾ സോഫയിലും ബെഡിലും പിന്നെ നമ്മുടെ കാലിന്റെ അടിയിലൊക്കെ ചുറ്റിത്തിരിയുന്നുണ്ടെങ്കിലും അവരുടെ DNA-യിലും അവരുടെ ചോരയിലും വേട്ടക്കാരന്റെ പാരമ്പര്യം ഒഴുകി നടക്കുകയാണ്. തീരെ തന്നെ ശബ്ദമില്ലാത്ത കാൽപ്പാടുകളും മിന്നൽ വേഗത്തിൽ പ്രതികരിക്കുന്നതും ഒരു വേട്ടക്കാരന്റെ ഏകാഗ്രതയും സിംഹങ്ങളെ രാജാക്കന്മാരാക്കുകയും ചീറ്റകളെ അതിവേഗ സ്പ്രിന്റർമാരാക്കുകയും ചെയ്യുന്നു. ഇതേപോലെ സ്വഭാവങ്ങളാണ് നമ്മുടെ സാറിന്റെ ദേഹത്തിലുള്ളത്. ഇതിലൊരു സത്യം എന്താണെന്ന് പറഞ്ഞാൽ, ശരിയായ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഓരോ വർഷവും 200 കോടിയിലധികം പക്ഷികളെയും ബാക്കി മൃഗങ്ങളെയാണ് ഇവർ വേട്ടയാടി കഴിക്കുന്നത്. ഇവർ വേട്ടയാടുന്നത് വിശന്നതുകൊണ്ട് മാത്രമല്ല, ഇവരുടെ ഇൻസ്റ്റിക്റ്റ് ആണ് ഇവരിനെ വേട്ടയാടാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ സാറിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുമ്പോൾ നിങ്ങളുടെ കൈകൾക്കിടയിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കാലുകൾക്കിടയിലോ ഒരു വലിയ വേട്ടക്കാരനാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കൂടുതൽ ഫാക്ട്സിന് വേണ്ടി ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.